ഹായ്, ഗുഡ് മോർണിംഗ്. സാധാരണ അക്യുപഞ്ചറിൽ ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക എന്നുള്ള ഒരു രീതിയാണ് നമ്മൾ പേഷ്യൻസിന് ഉപദേശിച്ചു കൊടുക്കുക. അപ്പൊ പേഷ്യൻസിന്റെ ഭാഗത്തുനിന്ന് വരുന്നൊരു ചോദ്യമുണ്ട്. അതായത് ധാരാളം വെള്ളം കുടിക്കണ്ടേ, അല്ലെങ്കിൽ കിഡ്നി ഡാമേജ് ആവൂലേ, കിഡ്നിക്ക് നന്നായിട്ട് വെള്ളം കുടിക്കുന്നതല്ലേ നല്ലത് എന്നുള്ള കുറെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെള്ളം ദാഹം ഉണ്ടെങ്കിൽ മാത്രം കുടിക്കുക. അതായത് നമുക്ക് ശരീരത്തിന് ഓരോ ഫീൽ ഉണ്ടാവും. വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക, ക്ഷീണമുള്ള സമയത്ത് റെസ്റ്റ് എടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് ദാഹം ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളം കുടിക്കാമെന്ന് പറയുന്നതിന്റെ കാരണം, കിഡ്നി എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു മാങ്ങന്റെ അണ്ടിയോളം വലിപ്പമുള്ള ഒരു ചെറിയൊരു സംഭവമാണ്. അപ്പൊ ഇതിന് വെറും വെള്ളത്തിനെ മൂത്രാക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് മാത്രമല്ല, നമ്മുടെ ടോക്സിൻ ഔട്ടാക്കുക എന്നുള്ള ഒരു രീതിയും കൂടിയുണ്ട്, ഒരു പ്രോസസ്സും കൂടി നടക്കുന്നുണ്ട്. അപ്പൊ ഫുൾ ടൈം യൂറിൻ ഉണ്ടാക്കുക, ഔട്ടാക്കുക, യൂറിൻ ഉണ്ടാക്കുക, ഔട്ടാക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് മാത്രമേ ഒരുപാട് വെള്ളം കുടിക്കുമ്പോൾ നടക്കുന്നുള്ളൂ. അപ്പൊ ഈ ഒരു പ്രവർത്തനം നിർത്തിവെച്ചുകൊണ്ട് വെറും വെള്ളം മാത്രം ഫിൽട്ടർ ചെയ്ത് യൂറിൻ ആക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ കാലക്രമേണ നമ്മുടെ കിഡ്നിക്ക് ഊർജം കുറഞ്ഞ് അത് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. നമ്മളൊരു സംഭവം എന്തൊരു മെഷീൻ ആയിക്കോട്ടെ, നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ എനർജി ലോസ് ആകുന്ന പോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഫംഗ്ഷനിൽ അതിക്രമിച്ച് നമ്മൾ മറ്റ് പലതും ബുദ്ധിമുട്ടാക്കി മാറ്റി കഴിഞ്ഞാല് അതിന്റെ ഊർജം കുറഞ്ഞ് അത് ഡാമേജ് ആവാൻ സാധ്യതയാണുള്ളത്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ദാഹം ഉണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിക്കുക. ദാഹം എന്ന് പറയുന്ന ഒരു ഫീൽ വരും, അപ്പൊ മാത്രം വെള്ളം കുടിക്കും. അതുകൊണ്ടാണ് അക്യുപഞ്ചറിൽ അങ്ങനെ പറയുന്നത്. ഓക്കെ, താങ്ക് യു.